നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. കഴിഞ്ഞ 2 ദിവസമായി മലയാളികളുടെ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വാർത്തയാണ് നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഞാനും ഈ ചർച്ചയുടെ അല്ലെന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഒരു ലൈവ് പറയാൻ കാരണം, കേരളത്തിൻ്റെ സൗന്ദര്യവും കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകതയും ഈ മതേതരത്വമാണ്, ഈ കൂട്ടായ്മയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന സംസ്കാരമാണ് നമുക്കുള്ളത്. അപ്പോൾ മതേതരത്വത്തിന് ഏൽക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കീറിമുറിക്കലിൻ്റെ വേദന ഉണ്ടാക്കും. അതുകൊണ്ട് അത്തരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാനും ഈ ലൈവ് പറയുന്നത്. കാരണം ആ മതേതരത്വത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നവരാണ് നമ്മൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന പൂന്തോട്ടത്തിലെ വിവിധ ചെടികളും പൂക്കളും ഒക്കെയാണ് നമ്മൾ. ഏത് ചെടികളും പറിച്ചു കളയുമ്പോൾ അല്ലെങ്കിൽ ഒടിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് പൂക്കൾ പറിച്ചു കളയുമ്പോൾ വേദനകൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി ആ മനോഹരമായ പൂന്തോട്ടത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ, അവർ പരത്തുന്ന ആ സുഗന്ധം അത് ഇന്ത്യയിൽ മൊത്തം പടരുന്നതാണ്, ലോകം മൊത്തം പടരുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. നമ്മൾ ഒരു കാര്യത്തെ ചിന്തിക്കുക. കോട്ടയം ജില്ലയിലെ വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര കമ്മിറ്റി നന്ദഗോവിന്ദം ഭജൻസിനെ വിളിക്കുന്നു. അവർ ഫ്രീ ആയി ഈ പ്രോഗ്രാം നടത്താൻ ഏൽക്കുകയാണ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട ആളായ നവീൻ ഉൾപ്പെടെയുള്ളവർ ഈ അമ്പലത്തോട് ചേർന്നുള്ള സ്കൂളിൽ പഠിച്ചവരാണ്. അവരുടെ ജീവിതത്തിൽ ആ പ്രദേശവുമായി വലിയ ബന്ധമുള്ള സ്ഥലമാണ്. എന്നാൽ നന്ദഗോവിന്ദം ഭജൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളക്കരയിൽ വളരെ പ്രചാരണം നേടിയിട്ടുള്ള ഒരു കലയായി ഈ ഭജന മാറിയിരിക്കുകയാണ്. കാരണം വളരെ 10-20 വർഷമായി അവർ ഈ ഫീൽഡിൽ അവരുടെ വൈഭവം തെളിയിക്കാൻ കഴിഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വളരെ ശക്തമായി മുന്നോട്ട് വരികയും കേരളത്തിലെ സ്ത്രീജനങ്ങളും കേരളത്തിലെ എല്ലാ അപാലവൃദ്ധം ആൾക്കാർക്കും വളരെ പ്രതീക്ഷ നൽകുന്ന, ഉണർവ് നൽകുന്ന, സ്നേഹം കൊടുക്കുന്ന ഈ ഭജന ജാതി മത ബന്ധങ്ങൾക്കപ്പുറമായി ഒരുമിപ്പിലിൻ്റെ ഒരു സന്ദേശം കൊടുക്കുന്ന തരത്തിലേക്ക് ഇത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഭജനയ്ക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ ആ കമ്മിറ്റി അംഗങ്ങൾ ആ ദേശത്തെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. ഫ്രീ ആയിട്ടാണ് ടിക്കറ്റ് കൊടുത്തത്. അവരെല്ലാവരും വന്നു. അവർ ദേശത്തിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അതിന് വളരെ പ്രാധാന്യമുണ്ട്. അവരെല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിൻ്റെ വക ആ പുനരുദ്ധാരണം നടത്തുന്നു. അങ്ങനെ അതിനെപ്പറ്റി ആ ഭജൻസിൻ്റെ പ്രധാനപ്പെട്ട ആളായ നവീൻ കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ പഠിച്ച ഹോളി ഫാമിലി സ്കൂളാണ് എൻ്റെ തൊട്ടു മുമ്പിൽ. അവിടെ എന്നോടൊപ്പം പഠിച്ചവർ, എൻ്റെ ടീച്ചേഴ്സ്, അവരുടെ ബന്ധുക്കളൊക്കെ ഈ സ്റ്റേജിൽ ഞങ്ങളുടെ ഭജന കേൾക്കുവാനായി ഉണ്ട്. അതുകൊണ്ട് കമ്മിറ്റിയുടെയും നിങ്ങളുടെയും സമ്മതത്തോടുകൂടി ഞങ്ങൾ ഒരു സംഗീതം, ഒരു ക്രിസ്ത്യൻ ആലാപനം നടത്തുകയാണ് എന്ന് പറയുന്നു. അതനുസരിച്ച് അവർ പാടും. ഏപ്രിൽ മാസം 14-ാം തീയതി വളരെ വിഷുവിൻ്റെ തലേന്ന് വളരെ നല്ല രീതിയിൽ ഈ പ്രോഗ്രാം നടത്തിപ്പോയി. എന്നാൽ ഇതിനകത്തൊരു കോൺട്രഡിക്ഷൻ ഉണ്ടാകുന്നത് 20-ാം തീയതിയാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 20-ാം തീയതിയോ 21-ാം തീയതിയോ കേരളത്തിൽ വലിയ രീതിയിൽ വർഗീയത വിളമ്പുന്ന അല്ലെങ്കിൽ പുലമ്പുന്ന ശശികല എന്ന് പറയുന്ന സ്ത്രീ ഒരു പ്രസ്താവന ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയാണ്. ചിക്കൻ മസാല നല്ലതാണ്, അത് പായസത്തിലിട്ടാൽ എങ്ങനെയിരിക്കും? ഇത്തരത്തിലാണ് ഈ ഭജനയിൽ ക്രിസ്ത്യൻ പാട്ട് ആലപിച്ചതിനെ അവർ വിവരിച്ചത്. യഥാർത്ഥത്തിൽ 14-ാം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ വളരെ അപ്രീസിയേഷൻ കിട്ടിയ, പൊതുജനങ്ങളുടെ താല്പര്യം വളരെ പോസിറ്റീവായി നിന്നിരുന്ന ആ ഭജന ടീമിന് കിട്ടിക്കൊണ്ടിരുന്ന അംഗീകാരം ഈ ഒരു വാക്കോടുകൂടി പെട്ടെന്ന് മാറുകയാണ്.
കാരണം വിഷം ചീറ്റുകയാണ്. അതായത് മതേതരത്വത്തിൻ്റെ നാട്ടിൽ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള വിഷം ചീറ്റുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാകാം. പക്ഷെ ക്ഷേത്ര കമ്മിറ്റി കൺവീനർ വ്യക്തമായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ശ്രോതാക്കളും അതോടൊപ്പം തന്നെ ഭാരവാഹികളും അത് പാടാൻ അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ. ശശികല പറയുന്നത് ഇതൊരു നല്ല സമയമാണ്, ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ കിട്ടുന്ന മനോഭാവത്തോടു കൂടി അവർ അത് പറയുമ്പോൾ ഇത് കേരളത്തിലെ മനസ്സിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശശികലയുടെ വാക്കുകൾക്ക് പലതരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻ വരാൻ തുടങ്ങി. അതിനെ അനുകൂലിക്കുന്ന ചില ആൾക്കാർ വരുമ്പോൾ അതല്ല കേരളത്തിൻ്റെ നയമെന്ന് എൻ്റെ സുഹൃത്തായിട്ടുള്ള CR മഹേഷ് MLA പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. മതത്തിൽ പൊതിഞ്ഞ രാഷ്ട്രീയം, വിശ്വാസത്തിൽ പൊതിഞ്ഞ വൃത്തികെട്ട രാഷ്ട്രീയം, അത് ഭിന്നിപ്പിൻ്റെതാണ്. ഞാൻ പറഞ്ഞതല്ല, CR മഹേഷിൻ്റെ വാക്കുകളാണ്, വളരെ നല്ല വാക്കുകൾ. അദ്ദേഹം അതിനോട് ആഡ് ചെയ്യുന്നുണ്ട്, അയ്യപ്പ ഗാനങ്ങളുടെ ഉണർത്തുപാട്ടും ഒക്കെ ശ്രീ യേശുദാസ് പാടിയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടുണരുന്നവരാണല്ലോ നമ്മൾ. വളരെ ശരിയാണ്. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വളരെ ഫേമസ് ആണ്. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ക്രിസ്തീയ പാട്ടുകളിൽ. ദർശനം നൽകണേ മിശിഹായേ, ഇന്നും പരിശുദ്ധനായവൻ നീ പരാ. അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ കേട്ടുണരുന്ന, അല്ലെങ്കിൽ അതിരാവിലെ എന്തോ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്, കൗസല്യ സുപ്രജ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഗാനങ്ങളൊക്കെ കേട്ടുണരുന്ന നാടാണ് നമ്മുടേത്. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട നയങ്ങൾ അല്ലെങ്കിൽ വൃത്തികെട്ട ചിന്തകൾ കടത്തിവിടുന്നത്. പക്ഷെ അതൊരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം, നമ്മുടെ പ്രതികരണങ്ങൾ പോലും ഇവരിപ്പോൾ പറയുന്ന അതുപോലെ തന്നെ പ്രതികരിച്ചൊരു മനുഷ്യൻ, അദ്ദേഹത്തെ പറയാതിരിക്കാൻ പാടില്ല. അദ്ദേഹം നെഗറ്റീവായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. RV ബാബു പറഞ്ഞത്, ക്ഷേത്രം ഒരു മതസ്ഥാപനമാണ്, മതേതരത്വ സ്ഥാപനമല്ല. അവിടെ വിശ്വാസത്തിനനുസരിച്ച് ഉള്ള പരിപാടികളാണ് നടത്താവൂ, അതേ നടത്തപ്പെടാവൂ എന്ന് അദ്ദേഹം പറയും. അമ്പലങ്ങളിൽ അന്യമതസ്ഥരുടെ പ്രചാരണങ്ങൾ പാടില്ല എന്നൊക്കെ RV ബാബു പറയുന്നു. യഥാർത്ഥത്തിൽ അതും ശശികലയെ പോലെ സാഹചര്യങ്ങളുടെ മുതലെടുപ്പായി മാത്രമേ നമ്മൾ അതിനെ കാണുന്നുള്ളൂ. കാരണം എന്താണ്? നമ്മൾ അങ്ങനെ ഒരു സംസ്കാരത്തിൽ വളർന്നവരല്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. കേരളത്തിൻ്റെ മതവിശ്വാസവും അങ്ങനെയല്ല. കാരണം പരസ്പരം സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമൊക്കെ ഒന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ്. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും നമ്മുടെ കുട്ടിക്കാലത്ത് KSU പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുമ്പോൾ പോലും ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു മുദ്രാവാക്യങ്ങൾ പോലും വിളിക്കുമ്പോൾ നമ്മുടെ കുട്ടികളിൽ ആ ചിന്ത വരട്ടെ എന്നതുകൊണ്ടാണ്. ഈ RV ബാബു പറഞ്ഞതുപോലെ നെഗറ്റീവായ അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമുക്കൊരു സാഹചര്യങ്ങളെ മുതലെടുക്കുമ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന, നമ്മൾ തുടരുന്ന ആ വിശ്വാസങ്ങളും അതിനേക്കാൾ ഉപരി നമ്മൾ ഒന്നാണെന്ന ചിന്ത അതില്ലായ്മ ചെയ്യും. അത് പാടില്ല എന്നതുകൊണ്ടാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്താണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, ശേഷിയുള്ള വിദ്യാഭ്യാസമുള്ള ജനങ്ങളുടെ നാട്ടിലാണ് നമ്മൾ. അതുകൊണ്ട് വേണ്ടതിനെ സ്വീകരിക്കാനും വേണ്ടാത്തതിനെ സ്വീകരിക്കാതിരിക്കാനുമുള്ള ആർജവും അതോടൊപ്പം തന്നെ അതിനുള്ള അറിവും നമുക്കുണ്ട് എന്നുള്ളതാണ്. ആ പ്രോഗ്രാമിന് എല്ലാ മതസ്ഥരും വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്ന് ആ ദേശത്തിന് അവിടെ ദേശവിളക്കെന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുകയും അന്ന് എല്ലാ പള്ളികളും ദേശവിളക്കിൻ്റെ ഭാഗമാകുന്ന സ്ഥലമാണ്. കോട്ടയം എന്ന് പറയുന്ന ആ സ്ഥലത്തെ ജനങ്ങൾ ഒരുമയോട് ജീവിക്കുമ്പോൾ ആ ഒരുമ നശിപ്പിക്കരുത് എന്നാണ് ത്തിൻ്റെ കൺവീനേഴ്സ് പറഞ്ഞു. അവർ പറഞ്ഞ വാക്കുകൾ മാത്രമാണ് നമ്മളിവിടെ സ്ട്രെങ്തായി എടുക്കുന്നത്, ഏറ്റെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അവരാ ദേശത്തുള്ളവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് പോകുന്നു. പിന്നെ ഒരു ചോദ്യം അവശേഷിക്കുന്നു.
എന്തിനാണ് ഈ വിവാദം? ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഈ വിവാദത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ പിന്നെ ആർക്കാണ്? അത് ആ രാഷ്ട്രീയമാണ് തിരിച്ചറിയേണ്ടത്. ആ രാഷ്ട്രീയത്തെയാണ് നമ്മൾ ഞെക്കിക്കൊല്ലേണ്ടത്. മതത്തിൽ പിടിച്ചുള്ള രാഷ്ട്രീയം, വിശ്വാസത്തിൽ പിടിച്ചുള്ള രാഷ്ട്രീയം അതായിരിക്കരുത്. നമ്മൾ വരുന്നത് ഐഡിയോളജിയുടെ ആശയപരമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആശയങ്ങളായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പം ഞങ്ങളുടെ പ്രദേശമാണെന്നുണ്ടെങ്കിൽ, ഞാൻ ജീവിക്കുന്ന സ്ഥലം കൊട്ടാരക്കര ഗണപതി അമ്പലവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ ഇപ്പോൾ അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ 10 ദിവസത്തെ ഉത്സവത്തിലും ഞങ്ങൾ കുടുംബമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അവിടെ പോയി ഓരോ പ്രോഗ്രാമിലും നമ്മൾ കാണുകയും കേൾക്കുകയും അതിൻ്റെ പങ്കാളിത്തത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് അവിടെ ഉത്സവം നടക്കുകയാണ്. ആ ആറാട്ടിൻ്റെ മുൻപന്തിയിൽ ഞങ്ങളൊക്കെ ഉണ്ടാവും, ഈ ദേശക്കാരെല്ലാവരും ഉണ്ടാവും. ജാതി മതസ്ഥര്, എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് അത് ആഘോഷമാക്കി എടുക്കുന്നത് കൊട്ടാരക്കരയുടെ പ്രധാനപ്പെട്ട, കൊട്ടാരക്കരക്കാരെന്ന് പറയുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ കഥ പറയുന്ന, ശ്രീ മഹാഗണപതി ക്ഷേത്രത്തെ പറ്റി പറയുന്ന, അങ്ങനെയുള്ള ആ പ്രദേശം അങ്ങനെ തന്നെ കേൾക്കുന്നതിന് ആഗ്രഹിക്കുന്നവരാണ് ഈ നാട്ടിലെ ആൾക്കാർ. അതോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ എങ്ങനെ മെയ് 4 ആകുമെന്ന് ചിന്തിക്കുമ്പോൾ കൊട്ടാരക്കരക്കാർക്ക് അതിനകത്തൊരു പ്രശ്നമില്ല. പ്രത്യേകിച്ച് തൃക്കണങ്ങക്കാർ അതിനെ എന്നെപ്പോലെ ഉള്ളവരെന്താ ആദ്യം ചിന്തിക്കുന്നത്? 12-ാം തീയതി, ഏപ്രിൽ മാസം 12-ാം തീയതി മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങുന്നു. 22-ാം തീയതി അവസാനിക്കുമ്പോൾ 22-ാം തീയതി ഞങ്ങളുടെ തൃക്കണമംഗ ക്ഷേത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം വരികയാണ്. അത് തീർന്ന് 28-ാം തീയതി തീരുമ്പോൾ തൃക്കണമംഗൽ തട്ടത്തുപള്ളിയിലെ പെരുന്നാൾ ആരംഭിക്കുകയാണ്. അത് മെയ് മാസം 3 വരെയുള്ള ഞങ്ങൾക്ക് അങ്ങ് ബിസി ഷെഡ്യൂളുമായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇതെല്ലാം ദേശത്തിൻ്റെ ഉത്സവങ്ങളായി കാണും. ഈ ഉത്സവങ്ങൾ പോലും ദേശത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് എല്ലാവരും കൂടി നടത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അമ്പലത്തിലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി പറയുന്നത് പോലെ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടവർ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരവരുടെ വിശ്വാസാനുഷ്ഠാനത്തിലേക്ക് പോകും. എന്നാൽ പാട്ടും സംഗീതവും കലാരൂപങ്ങളുമൊക്കെ വിഭിന്നമാണ്. അതിൽ ഒരു നാടകം നടക്കുമ്പോൾ അതിൽ ഹിന്ദുക്കൾ മാത്രമായിരിക്കില്ല അഭിനയിക്കുന്നത്. അതിൽ മുസ്ലിം ചിലപ്പോൾ ഒരു കഥാപാത്രമാവാം, ചിലപ്പോൾ അതിൽ ക്രിസ്ത്യൻ കഥാപാത്രമാവാം. നമുക്കറിയാമല്ലോ, ഇപ്പം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പടക്ക നിർമ്മാണ സമയത്ത് മരിച്ചുപോയ പല ആൾക്കാരിൽ ക്രിസ്ത്യൻസ് ഉണ്ട്. അതൊക്കെ നിർമ്മിക്കുന്ന ആൾക്കാർ. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ, ജോലിയിലോ അങ്ങനെയുള്ള കലാരൂപങ്ങളിലോ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പോകും. നമുക്കറിയാം, ഞങ്ങളുടെ പള്ളിയിലൊക്കെ ആലപ്പി തിയേറ്റേഴ്സിന്റെ നാടകം നടക്കും. അതേപോലെ തന്നെ ആലപ്പി തിയേറ്റേഴ്സിന്റെ നാടകങ്ങളാണ് നമ്മുടെ ഉത്സവ പറമ്പുകൾ, പ്രത്യേകിച്ച് തൃക്കണമംഗ അമ്പലത്തിൽ വരുമ്പോൾ. അതിന്റെ സംവിധായകനാര ഉമ്മൻ കോശി എന്ന് പറയുന്ന ആളാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെ ചേർന്ന് അഭിനയിച്ച് തിമർക്കുന്നതാണ് നമ്മുടെ ഉത്സവങ്ങളും നമ്മുടെ കലാരൂപങ്ങളുമൊക്കെ. ഇവിടെ അമ്പലത്തിലല്ല നടന്നത്, അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്താണ് ഈ പ്രോഗ്രാം നടന്നതെന്നൊക്കെ ഭാരവാഹികൾ പറയുന്നു. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വന്നത് വളരെയേറെ വിഷമകരമായി മാറി എന്നുള്ളതാണ്. എൻ്റെ നാട്ടിൽ തൃക്കണമംഗലം സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇപ്പോഴും പ്രോഗ്രാംസ് വളരെ കുറവായതുകൊണ്ടാണ് അവിടെ നാടകം കണ്ട് നേരം വെളുക്കുന്നവരെ ആ കൽവിളക്കിൻ്റെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ ഗാനമേള അന്നുള്ള സമയത്തൊക്കെ ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള സുനിൽ അവിടെ പാടുമായിരുന്നു, പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്കുമെത്തി. ഈ പാട്ട് വെച്ചാണ് ഞങ്ങൾ സുനിലിനെ തിരിച്ചറിയുന്നത്. മംഗലെ ഡാൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കണ്ണപ്പനുണ്ണി. അതിൽ ഞങ്ങളുടെ അവിടുത്തെ തങ്കച്ചായൻ, അദ്ദേഹം അതിലൊരു ആക്ടറായിരുന്നു. അതോടൊപ്പം തന്നെ ഒത്തിരി സംഭവങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിൽ ഇന്ന് തന്നെ ഞാൻ ഈ വിഷയം ഞങ്ങളുടെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു RSSന്റെ നേതാവായിട്ടുള്ള ഞങ്ങളുടെ ഒരു സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ, പുള്ളിയോടൊക്കെ ചോദിക്കുമ്പോൾ അവരൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ ചിലർ അതിൽ രാഷ്ട്രീയം കളിക്കാൻ തയ്യാറാകുന്നത് നമ്മളെ മാനസികമായി വേദനിപ്പിച്ചതുകൊണ്ടാണ് ഞാനിത് പറയാൻ തയ്യാറായത്. അതുകൊണ്ട് ആരുടെയും വിമർശിക്കാനല്ല, മറിച്ച് ഞാൻ ഈ പറയുന്നത് നമ്മുടെ സാഹോദര്യത്തെ ഊട്ടിയുറപ്പിക്കാനാണ്. കാരണം നമുക്കൊരുമിച്ച് ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം. അതിനുവേണ്ടിയാണ്, അത്രമാത്രം. ബാബു പോൾ IAS, ഡോക്ടർ അലക്സാണ്ടർ സാറ്, ഡോക്ടർ അലക്സാണ്ടർ തോമസ് IPS, ഇവരൊക്കെ അമ്പലങ്ങളിൽ പ്രഭാഷണം നടത്തുന്നില്ലേ? അത് ഈ കൊല്ലവും നടത്തിയിട്ടുണ്ടല്ലോ. ഉൾക്കൊള്ളാൻ പറ്റുന്ന നമുക്ക് വളരെ സംഗീതാത്മകപരമായ രീതിയിൽ
അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് പാടിയ ഭജൻസ്. കാരണം ഈ ഭജന അല്ലെങ്കിൽ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത് ഒരാളുടേതാണ് എന്ന് ചിന്തിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെതാണ് ചിന്തിച്ചതായിരിക്കാം പ്രശ്നത്തിന് കാരണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ മതസൗഹാർദ്ദം തകർന്നു പോയി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നന്മയുടെയും പ്രതീക്ഷകളായിരിക്കണം നാളുകൾ. അത് ജനാധിപത്യ മതേതരത്വ കാഴ്ചപ്പാടുകളെയും ഊന്നിയുള്ളതായിരിക്കണം. നമുക്കൊരുമിച്ച് ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം നമ്മുടെ നാട്ടിലുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്മസും ഓണവും റംസാനും ബക്രീദും ഈസ്റ്ററും ഉത്സവങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിലിരുന്ന് ഇലയിട്ടുണ്ണുവാൻ, നമ്മുടെ ആ സംസ്കാരം പഴയ സംസ്കാരത്തിലിരുന്ന് കഴിക്കുവാൻ കഴിയുകയുള്ളൂ. അത് ഒരിക്കലും നശിക്കാത്ത നാടായി, ദൈവത്തിൻ്റെ സ്വന്തം നാടായി നമ്മുടെ നാടെങ്കിലും നിലനിൽക്കേണ്ടതും നിലനിർത്തേണ്ടതും ഇന്ത്യക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിനു വേണ്ടിയുള്ള സംവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. സ്നേഹം അത് പടർന്നു പന്തലിക്കട്ടെ, നന്മ കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ, സാഹോദര്യം നമ്മളുടെ ഇടയിൽ വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എല്ലാവിധമായ തൃക്കണ്ണമംഗലം അമ്പലത്തിൻ്റെയും കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൻ്റെയും ഉത്സവാശംസകൾ നേരുന്നു.